ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ വിഷയമായി ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിൽ അനേകായിരങ്ങൾ വിവിധ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ മറക്കുന്ന പോകുന്നു. അതിനാൽ ജീവിതത്തെ എപ്രകാരം പ്രശ്നങ്ങളുടെ നടുവിൽ നയിക്കേണ്ടത് എന്ന് ദൈവത്തെ മറക്കാതെ ഇരിക്കണമെന്നുള്ളത് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ ശരണവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുചരണത്തിൽ അടിയങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയും സത്യവും നീതിയുമുള്ളവരായിട്ട് ദൈവഹിതാനുസരണം ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആമീൻ. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് ഈ വാക്യം, 46-ാം സങ്കീർത്തനം. അവർ 11 സങ്കീർത്തനങ്ങൾ രചിച്ചതായിട്ട് കാണുന്നുണ്ട്. 42, 44 മുതൽ 49 വരെ, കൂടാതെ 84, 85, 87, 88 അധ്യായങ്ങൾ. 46-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന പ്രധാന സന്ദേശം 1, ദൈവം നമ്മുടെ അഭയസ്ഥാനമാണ്. അത് വാക്യം 1 പറയുന്നു. രണ്ടാമത്, ലോകം കുലുങ്ങിയാലും വിശ്വാസി ഭയപ്പെടേണ്ടതില്ല. 2, 3 വാക്യത്തിൽ പറയുന്നു. മൂന്നാമതായിട്ട്, ദൈവ സാന്നിധ്യമാണ് യഥാർത്ഥ സുരക്ഷ. 4, 5 വാക്യങ്ങളിൽ പറയുന്നു. നാലാമതായിട്ട്, ദൈവം സകല ജാതികളുടെയും മേൽ അധിപനാണ്. 6 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ പറയുന്നു. അടങ്ങിയിരിപ്പീൻ, ഞാൻ ദൈവമെന്ന് അറിവിൻ. 10-ാമത്തെ വാക്യം പറയുന്നു. ഇത് വിശ്വാസത്തിലും സമർപ്പണത്തിലും ദൈവത്തെ അംഗീകരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. 6-ാമതായിട്ട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. 7, 11 വാക്യങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്താൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മഹത്തര വിശ്വാസഗാനമാണ് 46-ാം സങ്കീർത്തനം. നാം എല്ലാവരും ചിലപ്പോൾ ആത്മീയ വരൾച്ച അനുഭവിക്കുന്നുണ്ടാകും. എങ്കിലും അതായിരിക്കരുത് നമ്മുടെ ചിന്താഗതി. പിന്നെയോ, ദൈവത്തിലുള്ള ആശ്രയം അത് വെടിയരുത്. ദൈവം എപ്പോഴും തൻ്റെ ജനത്തിന് സഹായവും ആശ്വാസവുമായി കൂടെയുണ്ട്. നാം എപ്പോഴും ഓർത്തിരിക്കണം, ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെയും പ്രതികൂലങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് മാത്രമാണ് നാം പ്രാപിക്കുന്നത്. നമ്മുടെ സങ്കേതം ദൈവം തന്നെ. നമുക്കുണ്ടാകാമാകുന്ന ആപത്തിൽ നിന്നുള്ള സംരക്ഷണം ദൈവത്താൽ സാധ്യമായിത്തീരുന്നു. ദൈവിക ശക്തി നമ്മിൽ കൂടി വ്യാപരിക്കണമെങ്കിൽ നാം ദൈവത്തെ എപ്പോഴും ആശ്രയമായി കരുതുകയും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. ഈ ലോകത്തിൽ കഷ്ടത ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. സമ്പന്നനും കഷ്ടപ്പെടുന്നു, ദരിദ്രനും കഷ്ടപ്പെടുന്നു, വിശ്വാസികൾക്കും കഷ്ടമുണ്ട്, അവിശ്വാസിക്കും കഷ്ടമുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്നെ വിശ്വസിച്ചാൽ കഷ്ടമുണ്ടാകുകയില്ല എന്ന്. പക്ഷേ തന്ന ആശ്വാസവാക്കുകൾ നമ്മെ ശക്തീകരിക്കും. കഷ്ടത്തിനിടയിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ആ വലിയ ആശ്വാസവാക്ക്. ഇന്ന് പലരും കഷ്ടത വരുമ്പോൾ പ്രാർത്ഥന നിർത്തിക്കളയും, സഭ വിട്ടുപിരിയുന്നു, ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശരായിത്തീരുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത്, കഷ്ടം വന്നാൽ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കണമെന്നാണ്. കഷ്ടം വന്നാൽ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കണം. കഷ്ടത വന്നപ്പോൾ നിലവിളിച്ച ഒരു യഹൂദ രാജാവിനെപ്പറ്റി നാം 2 ദിനവൃത്താന്തം 33 വായിക്കുന്നുണ്ട്. അവൻ്റെ പേർ മനശ്ശെ. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു.
അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായിരുന്ന യെഹിസ്കീയാവ് രാജാവിനെ പോലെ ആകാതെ യഹോവയ്ക്ക് അനിഷ്ടമായത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. നാം ദിനവൃത്താന്തം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം അവനെപ്പറ്റി പറയുന്നത്: യഹോവ മനശ്ശെയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിൻ്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ചിട്ട് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവനവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടു, അവൻ്റെ യാചന കേട്ടു. അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധമായി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെയ്ക്ക് ബോധമായി. ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ കഷ്ടത ദൈവം കാണും. നമ്മുടെ കഷ്ടത ദൈവം കാണും. ഉൽപ്പത്തി 31:42 യാക്കോബ് സ്വന്തം അനുഭവത്തിൽ കൂടി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ടു. കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. അതെ, തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കഷ്ടത ദൈവം കാണുകയും വിടുതൽ നൽകുകയും ചെയ്യുന്നു. യാക്കോബ് പറഞ്ഞത് ദൈവം എൻ്റെ കഷ്ടത കണ്ടു എന്നാണ്. ദൈവം നമ്മുടെ കഷ്ടതകളെ കാണുന്നു. യാക്കോബ് പറഞ്ഞു ദൈവം എൻ്റെ കഷ്ടത കണ്ടു. 20 വർഷക്കാലം ലാബാനോട് ചേർന്ന് പ്രവൃത്തി ചെയ്തപ്പോൾ ലാബാൻ്റെ ചതി എന്തായിരുന്നു എന്ന് 31:7 ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റിയെങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. അതെ, ലാബാൻ്റെ അടുത്ത് കഠിനാധ്വാനം ചെയ്തു, അന്യായം സഹിച്ചു. എന്നാൽ ദൈവം മറന്നില്ല എന്ന് ആണ് യാക്കോബ് പറയുന്നത്. അതിൻ്റെ 31:11-13 വാക്യങ്ങളിൽ ഇങ്ങനെ പ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളുടെയും വരയും പുള്ളിയും മറവുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥേലിലെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണമായി പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 3:7 യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്: എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. 400 വർഷക്കാലം അടിമത്വത്തിൽ കഴിഞ്ഞ ഇസ്രായേലികളെ ദൈവം മിണ്ടാതെ ഇരുന്നില്ല. ഇതിൽ നിന്ന് ഒരു പാഠം നാം പഠിക്കുന്നത്: ദൈവത്തിൻ്റെ നിശബ്ദത ദൈവത്തിൻ്റെ അഭാവമല്ല. അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. കാലത്തുകളിൽ അവർക്ക് അടിമത്വത്തിൽ നിന്നും വിടുതൽ നൽകി. നാമും പലപ്പോഴും ചിന്തിക്കും, ഞാൻ നിലവിളിച്ചു, ദൈവം കേൾക്കുന്നില്ല എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് വിടുതൽ നൽകി, ആശ്വാസം നൽകി, നമ്മെ പരിപാലിക്കുന്ന ദൈവവുമാണ്. താവ് പറഞ്ഞതിൽ കൂടുതൽ മറ്റൊന്നില്ല ദൈവത്തിൻ്റെ കരുതലിനെപ്പറ്റി നാം മനസ്സിലാക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 10:30 പറയുന്നു: എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് അസാധ്യമായതാണ്, പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവം നമ്മെ പൂർണ്ണമായി അറിയുന്നു, സ്നേഹിക്കുന്നു, കരുതുന്നു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് വിശ്വാസത്തോടെ നാം ജീവൻ നയിക്കണം. കഷ്ടതയ്ക്ക് ദൈവം ഒരു അവസാനം നിശ്ചയിച്ചിട്ടുണ്ട്. കഷ്ടതയ്ക്ക് ദൈവം മുടിവ് വരുത്തും. നാഹൂമിൻ്റെ ദർശന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു:
1:7-8-9 വരെ യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. താങ്കൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും. തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങളെ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് അവൻ മുടിവ് വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അതെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന നമ്മുടെ കഷ്ടതയ്ക്ക് ഒരന്ത്യമുണ്ട്. അത് ദൈവത്താൽ സാധ്യമായിത്തീരുന്നു എന്ന് ഓർക്കുക. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് സത്യം തന്നെ. ഓരോ കഷ്ടത്തിനും ഒരു ആരംഭമുണ്ട്, ഒരു സഹനകാലമുണ്ട്, ഒരു അവസാനമുണ്ട്. ഓരോ കഷ്ടത്തിനും ഒരു ആരംഭമുണ്ട്, സഹനകാലമുണ്ട്, ഒരു അവസാനമുണ്ടെന്ന് ഓർക്കുക. ഉദാഹരണം, ജോസഫ് കുഴിയിൽ തുടങ്ങി അടിമത്വവും ജയിൽവാസവും 13 വർഷക്കാലം കഷ്ടതയുടെ നടുവിലൂടെ, പ്രശ്നങ്ങളുടെ നടുവിലൂടെ കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം ഫറവോൻ്റെ അരമനയിൽ ഉന്നത പദവിയിൽ ദൈവം അവനെ എത്തിച്ചു. ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ വാക്കുകൾ കൂടി ജോസഫ് എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വാസമർപ്പിച്ചിരുന്നെന്ന് നമുക്ക് വെളിപ്പെടുന്നു. ഉൽപ്പത്തി 45:5 പറയുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. നാം ആണെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? നാം ഒരിക്കലും അവരോട് സംസാരിക്കുവാൻ ശ്രമിക്കുകയില്ല. എന്നെ ദൈവം അനുഗ്രഹിച്ചു, എവർക്ക് എപ്രകാരം വന്ന് ഭവിക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ യോസഫ് അങ്ങനെ ചിന്തിച്ചില്ല. കഷ്ടതയുടെ നടുവിലൂടെ ദൈവം അവന് അവിടെ എത്തിച്ചത് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ടാണ് എന്ന് ഉള്ള ആ പൂർണ്ണ വിശ്വാസം, അതാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന ചിന്ത. ഇത് വെളിവാക്കുന്നത് രാത്രി എന്നും നിലനിൽക്കുമോ? ഇല്ല, പ്രഭാതം വരും. സങ്കീർത്തനം 30:5 പ്രകാരം പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദവും ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 3 കഷ്ടതയുടെ നാളുകൾക്ക് ശേഷം തേജസ്സിൻ്റെ നാളുകളുണ്ട്. റോമാലേഖനം 8:17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 4:13 പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4:17 പറഞ്ഞു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇഹലോകത്തിൽ നമ്മൾക്ക് കഷ്ടതയുണ്ട്. കഷ്ടത നൊടി നേരത്തേക്കുള്ളതാണ്. അതിന് നമ്മെ അധിക സമയം കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നോർക്കുക. കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു നാഥൻ നമ്മൾക്ക് സ്വർഗത്തിലുണ്ട്. കഷ്ടതയ്ക്ക് ശേഷം നാം ആശ്വാസം പ്രാപിക്കുന്നു. ഇത് നമ്മൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട് എന്ന യാഥാർത്ഥ്യവും പ്രത്യാശയുമാണ്. അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലെ ജീവിതം. മുൾക്കിരീടവും കഷ്ടതയും ക്രൂശീകരണവും പിന്നീട് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടതും. അതിനാൽ വിശ്വാസിയുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. 4-മതായി, കഷ്ടത ദൈവത്തിൻ്റെ പരിശീലനശാലയാണ്. ദൈവം കഷ്ടം ഉപയോഗിക്കുന്നത് നമ്മുടെ വിശ്വാസം വളർത്താനാണ്, നമ്മുടെ അഹങ്കാരം തകർത്ത് കളയുവാനാണ്, നമ്മുടെ പ്രാർത്ഥന കൂടുതൽ വർദ്ധിപ്പാനാണ്, സ്വർഗത്തിൻ്റെ അഭിലാഷം നമ്മുടെ ഉള്ളങ്ങളിൽ ഉളവാക്കുവാനാണ്, ആ വിശ്വാസം നമ്മുടെ ഉള്ളങ്ങളിൽ പുതുക്കുവാനാണ്. ഉദാഹരണമായി, ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം പറഞ്ഞു, ഇയ്യോബ് 42:5 പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പറയുകയാണ്, എൻ്റെ കണ്ണാൽ നിന്നെ കാണും. കഷ്ടം അവനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. കാരണം അവൻ സകലത്തിലും അധികമായി ദൈവത്തിൽ വിശ്വസിച്ചു. സ്ഥിരതയുള്ള വിശ്വാസം, എല്ലാം തകർന്നാലും പതറാതിരിക്കുന്ന വിശ്വാസം. വിശ്വാസം എന്നത് സ്ഥിരത തന്നെ. വിശ്വാസം എന്നത് സ്ഥിരത തന്നെ. തൻ്റെ ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഹാലിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ, നീ ഒരു കുട്ടിയെ പോലെ സംസാരിക്കുന്നത്, ഞാൻ ഈ പ്രതിസന്ധിയും നന്മയും ഞാൻ ദൈവത്തിൽ നിന്ന് അനുഭവിക്കും, എങ്കിലോ തൻ്റെ വിശ്വാസം വിട്ടുമാറുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യാക്കോബിൻ്റെ ലേഖനം 1:8 പറഞ്ഞിരിക്കുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകും.
അതായത് സംശയാലുവായിരിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ ഒരിക്കലും നിലനിൽക്കുകയില്ല. യോബിൻ്റെ ജീവിതത്തിൽ അവിശ്വാസം എന്നത് ശബ്ദമില്ല, വിശ്വാസിയാണ്. അസ്ഥിരമായ ഇയലോ ജീവിതയാത്രയിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ കുറഞ്ഞത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ: 1. ദൈവവചനം ധ്യാനിക്കണം, ആശ്വാസം പ്രാപിക്കണം. സങ്കീർത്തനം 119:50 നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകും. തിരുവചന ധ്യാനം വായിക്കുകയല്ല, ധ്യാനിക്കണം. ഏകാഗ്രതയോടുകൂടി നമ്മൾക്കത് നല്ല വഴികാട്ടിയായിത്തീരുന്നു. അത് ആശ്വാസം പകർന്നു നൽകുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നല്ല പ്രത്യാശ ഇപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യാശയുടെ വചനങ്ങൾ നമുക്ക് ആശ്വാസം പകർന്നു നൽകുന്നു. സങ്കീർത്തനം 138:7 ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ഇയ്യോബ് ഇപ്രകാരം പറഞ്ഞ 11:16-18 വരെയുള്ള വാക്യങ്ങൾ വഴിയുന്നു. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിൻ്റെ ആയുസ്സ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാകും. പ്രത്യാശയുള്ളതുകൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ് 71:20 അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. 2 കൊരിന്ത്യർ 4:8-9 വാക്യങ്ങളിൽ പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് പൂർണ്ണ പ്രത്യാശയോടുകൂടി തൻ്റെ ജീവിതം അവസാനത്തോളവും തുടരും. കാരണം എന്തെന്നറിയുമോ? അവർ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇതാണ് സത്യം. മൂന്നാമതായി, കഷ്ടങ്ങളിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം, കുലുങ്ങാതിരിക്കണം. 1 തെസ്സലോനിക്കർ 3:2-3 വാക്യങ്ങൾ പറയുന്നു, കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, റോമാലേഖനം 8:35-39 വാക്യങ്ങളിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വാക്യം ഒരു വിശ്വാസി ഏത് വേദനയുള്ള കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പതറിപ്പോകരുത് എന്ന് വെളിവാക്കുന്നു. പിന്നെയോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലണം. അങ്ങനെയുള്ള വിശ്വാസികളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നാലാമതായിട്ട്, കഷ്ടങ്ങളിൽ ധൈര്യപ്പെടണം. യോഹന്നാൻ്റെ സുവിശേഷം 16:31 പറയുന്നു, നിങ്ങൾ എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ആശ്വാസവാക്കുകൾ നമ്മെ കഷ്ടതയിലും ധൈര്യമുള്ളവരാക്കി തീർക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രക്ഷകൻ ലോകത്തെ ജയിച്ചവനാണ്. ആ കർത്താവിലൂടെ നമ്മൾക്കും ജയം പ്രാപിപ്പാൻ സാധ്യമാണ്. അഞ്ചാമതായിട്ട്,
കഷ്ടങ്ങളിലും വിശ്വാസത്തിൽ നിലനിൽക്കണം. കഷ്ടങ്ങളിലും വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രവൃത്തികൾ 14:22 പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന്. ഇഹലോകയാത്ര കഷ്ടം നിറഞ്ഞതാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞ് മാറുവാൻ സാധിക്കുകയില്ല. നമ്മൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം പ്രാപിപ്പാൻ നാം വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പരിശുദ്ധനായ പൗലൂസിനെ പോലെ ഓടി ജീവൻ്റെ കിരീടം പ്രാപിക്കണം. ആറാമതായിട്ട്, ദൈവം നടത്തിയ നാളുകളെ സാക്ഷ്യങ്ങളെ എപ്പോഴും ഓർക്കണം. ദൈവം നടത്തിയ നാളുകളെ സാക്ഷ്യങ്ങളെ എപ്പോഴും ഓർക്കണം. ആവർത്തന പുസ്തകം 31:21 പറയുന്നു, എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ദൈവം മോശയോട് പറഞ്ഞു, തലമുറകൾ അനർത്ഥങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തെ മറക്കാതിരിപ്പാൻ അവരെ പ്രബോധിപ്പിക്കുക എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ സ്ഥിതി ഉണ്ടാകുമ്പോൾ നാം മറുതലിച്ചു പോകരുത്. കാരണം ഈ രോഗം നമ്മൾക്കുള്ളതല്ല. ഇവിടെ കഷ്ടതയുണ്ടാകും. നമ്മൾക്ക് ശാശ്വതമായ ഒരു നിത്യഭവനമുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആയതിനാൽ എല്ലായ്പ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പതറിപ്പോകരുത്. ഇന്നത്തെ വചനധ്യാനത്തിലൂടെ നമ്മുടെ നിത്യജീവിതത്തിലും കുടുംബത്തിലുമുള്ള എല്ലാവരുടെയും ജീവിതവും നിത്യപ്രത്യാശയോടുകൂടി ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും കാത്ത് എന്നും പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.